ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ബീഫ് കപ്പയിട്ട് വെക്കുന്നതാണ്. എല്ലാവരും തന്നെ വെക്കുന്ന കറിയാണിത്. പക്ഷേ എൻ്റേതായൊരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മളിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. അപ്പം നമ്മൾ പച്ചമുളക്, വേപ്പില, വലിയ ഒരു 3 സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ തന്നെ നമുക്കത് ഇളക്കി കൊടുക്കാം. വഴറ്റി വന്ന സവാളയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഗ്രേവിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് വേവിച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു പകുതിയോളം വേവിച്ച പകുതി കുക്കേ ആയിട്ടുള്ളൂ. ആ കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 കിലോ ബീഫിന് 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കാരണം നെയ്യുള്ള ബീഫൊക്കെ ആകുമ്പോൾ കപ്പത്തിരി കൂടിയാലും നല്ല ടേസ്റ്റാണ്. ആ കുറുകിയ ഗ്രേവിയുടെ രുചികരമായ ടേസ്റ്റ് ഇറച്ചിയിലും കപ്പയിലൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തേക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ കപ്പയും ബീഫും കൂടി വെച്ച് കറി നമ്മളിവിടെ ശരിയായിട്ടുണ്ട്. ഇത് വളരെ നല്ല ടേസ്റ്റാണ്. പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും തന്നെ നല്ലതാണ്. അതുമല്ല കപ്പ കൂടുതലിട്ടതുകൊണ്ട് വെറുതെ കഴിക്കാനും വളരെ രസമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്